ഇന്ന് നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാ, ഇത് മനസ്സിലായി എന്താണെന്നുള്ളത്? ചക്ക, ജാക്ക് ഫ്രൂട്ട്. ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പൂനെയിൽ ഇങ്ങനെ കിട്ടിയ നാട്ടിൽ നിന്ന് വരുന്നതാണ്. നാട്ടിൽ നിന്ന് വന്നിട്ട് വലിയ ചക്കയായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇവിടെ മെമ്പേഴ്സ് കുറവല്ലേ, നമുക്ക് ഇത്ര ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് മുറിച്ചിട്ട് വെയിറ്റ് നോക്കിയിട്ട് വാങ്ങുക ചെയ്യുക. 2 കിലോ 3 കിലോ 4 കിലോ 5 കിലോ അങ്ങനെ വാങ്ങുക ചെയ്യുക കേട്ടോ. ഇതാ, അപ്പോൾ നമ്മൾ ചക്ക മുറിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വെളിച്ചെണ്ണ. എല്ലാവരും കയ്യിൽ വെളിച്ചെണ്ണ ആക്കണം. എല്ലാവരും കൈ കാണിച്ചോളൂ. അതുപോലെ തന്നെ ഈ കത്തിയിൽ കുറച്ചാക്കണം, അല്ലെങ്കിൽ ഇതിൽ പിന്നെ അത് വിളഞ്ഞി നമ്മൾ പറയാം, എന്താ പറയുക, വിളഞ്ഞി മുളഞ്ഞി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മൾ വിചാരിക്കുന്ന കാര്യം, സാധാരണ ഞങ്ങൾ ഇത് വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഈ ചുളയൊക്കെ ഇരിഞ്ഞ് കൃത്യമായിട്ട് ഒരു വെയിറ്റ് നോക്കിയിട്ട് ഇങ്ങനെ കിട്ടാറില്ല, ടോട്ടൽ ചക്കയായിട്ടല്ല. പക്ഷേ ഇതിപ്പോൾ മലയാളീൻ്റെ കടയിൽ വന്നതായതുകൊണ്ട് അവിടെ അങ്ങനെയല്ല അവർ തരിക, ഇങ്ങനെ മുറിച്ചിട്ട് തരാം. അതിനാണ് അതിൻ്റെ വില. ഓക്കെ, പണ്ട് നാട്ടിലുള്ള കാലത്ത് മാത്രമേ നമ്മൾ ഇങ്ങനെ ഇത് ചെത്തിയിട്ട് ഇതിനെ നമ്മൾ ഇരിഞ്ഞു തന്നതല്ലേ, അങ്ങനെ നമ്മൾ ചെയ്യുന്നത് നാട്ടിൽ നിന്നേ പണ്ട് ചെയ്തിട്ടുള്ളൂ. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ ഡയറക്റ്റ് നമ്മൾ തന്നെ ഇരിഞ്ഞു തിന്നുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. പക്ഷെ സാധാരണ എപ്പോഴും ചക്ക തിന്നവർക്ക് അതൊരു വലിയ കാര്യമായിരിക്കില്ല. നമുക്ക് വലിയൊരു കാര്യമാണ്. ഇപ്പൊ ചക്ക മുറിക്കാൻ പോവാണ്. ഓരോരോ ചെത്തുകളാക്കിയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാം. ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടം അനുസരിച്ച് ഇരിഞ്ഞ് കഴിക്കാം. അതാ ഒരു ചെത്ത് കണ്ടോ, ഒരു ചെത്ത്. അതിൻ്റെ ഇത് ചെത്തിക്കളയണം. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം കുട്ടികളൊന്നും അങ്ങനെ ഒന്നും ശീലമില്ലാത്തതുകൊണ്ട് അവർക്ക് ഇതാണ് ഒരു ചെത്ത് എന്നാണ്. അത് നമ്മുടെ നാട്ടിലിങ്ങനെ ചെയ്യും അല്ലേ, മുറിച്ചിട്ട് അത് നല്ല അതിൻ്റെ എന്താ പറയുക, മൂക്കുന്നോ ഒക്കെ നമ്മളോട് പറയാം. അത് മുറിച്ച് കളഞ്ഞിട്ട് നല്ലോണം തുടച്ച് ക്ലീൻ ചെയ്താൽ ആ വിളഞ്ഞ് നമ്മുടെ കയ്യിലാവില്ല. എന്നിട്ട് അതൊന്നിങ്ങനെ ആക്കിയിട്ട് വിടർത്തിയിട്ട് ഓരോരുത്തർ കഴിക്കാൻ തുടങ്ങും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ മുറിച്ച് കഴിഞ്ഞു, ഇനി ഓരോരുത്തർക്ക് അവരെ കൈ കൊടുക്കുകയാണ്. സാധാരണ നമ്മളെപ്പോഴും ചോളയായിട്ട് ഇരുന്ന് ചവണി അടക്കം മാറ്റിക്കൊണ്ടുവരും, അത് കഴിക്കുക. ഇതാണ്ടോ ഇപ്പോൾ ഇതിങ്ങനെയായി. പിന്നെ നമ്മൾ നാട്ടിലൊക്കെ ഉള്ള സമയത്തെ പണ്ടൊക്കെ ഒരു വലിയൊരു ചക്ക പറിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മുറിച്ച് ഈസിയാണ്. ചക്ക മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കത്തിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്കൊരു ഇത് ഒരുപാട് പഴുത്തിട്ടില്ലാത്ത ചക്കയാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. നല്ലോണം പഴുക്കാതെ ഇളം പഴുത്ത ചക്കയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. അതേപോലത്തെ ചക്കയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളതും. പിന്നെ നാട്ടിലൊക്കെ ഒരു ചക്ക മുറിച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തേക്ക് എല്ലാവരും കൂടി തിന്നാൽ അതങ്ങ് തീരും അല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ വർഷത്തെ ഞങ്ങൾക്ക് ആദ്യത്തെ ചക്ക കിട്ടിയതാണ്. സൈഡിൽ കൂടെയാണ് അതും പിന്നെ ഇങ്ങനെ കിട്ടിയോണ്ട് വളരെ സന്തോഷം. ഞങ്ങളത് കഴിക്കാൻ ടേസ്റ്റ് നോക്കാണ്. ഈ ചക്കയുടെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളുള്ളത്. ഇത് വെച്ചിട്ടുണ്ടേ തിന്നു തുടങ്ങിക്കോളൂ. ഇരിഞ്ഞെടുക്കേണ്ട എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ വിടർത്തു കാണിച്ചു കൊടുക്കും കൂട്ടിലൊക്കെ. നമ്മൾ എത്രയോ ചക്ക ഇങ്ങനെയൊക്കെ തിന്നാണ് പണ്ട്. അതുകൊണ്ട് നമുക്കിത് സന്തോഷവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ ഇത്രയും കാലമായിട്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാന്ന് കരുതിയത്. നിങ്ങൾ എനിക്ക് ഒരു ചക്ക മുറിക്കുന്ന എന്താ കാണിക്കാൻ. അപ്പൊ ഇതിന്റെ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇത് കളയണം. ഇങ്ങനെ തുടച്ചിട്ട് കളഞ്ഞിട്ട് ഇങ്ങനെ വിടർത്തുമ്പോൾ നമുക്ക് സുഖമായിട്ട് വെച്ചെടുക്കാൻ പറ്റും. അത് പറ്റും. കൂടുതൽ മുറിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ എടുക്കുക. ഇത് കൈ എടുത്തിട്ട് ചവണിയൊക്കെ ഇങ്ങനെ കളഞ്ഞ് അല്ലേ, ഇതൊക്കെ പൊളിച്ച് കുരിയൊക്കെ മാറ്റി. നല്ല മധുരമുണ്ട്. പിന്നെ ഒരുപാട് പഴുത്തു പോയിട്ടില്ല, പാകത്തിന്. ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം. ഞങ്ങൾക്ക് പ്രത്യേകം ഇതൊക്കെ ഇങ്ങനെ ഇഷ്ടം. അടിപൊളി അല്ലേ. ഇതിൽ തന്നെ ഇങ്ങനെ ഇരിഞ്ഞു നിന്നുമ്പോൾ നമുക്ക് നൊസ്റ്റാൾജിയ, പഴയ ഓർമ്മകൾ. പണ്ട് എത്രയോ കാലം കൂട്ടി നമ്മൾ തിന്നു അല്ലേ. ഓർമ്മയില്ല എത്ര കാലം മുമ്പ് എന്നാണ്, അത്രയും കാലം മുമ്പ് അല്ലേ. പിന്നെ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ
ഇങ്ങനെ വിരുന്നൊക്കെ പോയി കഴിഞ്ഞാലും തരികയാണെങ്കിൽ അവരെല്ലാം ക്ലീൻ ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് തരിക ചെയ്യാം അല്ലേ. പിന്നെ നമ്മൾ ചക്ക സീസണിലൊന്നും ഇപ്പോൾ നാട്ടിൽ പോകാറുമില്ല അല്ലേ. നമ്മളെ ഒരു ആവശ്യങ്ങൾ പ്രമാണിച്ച് പോവും. അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുമ്പോൾ അത് സീസൺ നോക്കാറില്ല. എന്തെങ്കിലും പ്രോഗ്രാമോ കല്യാണമോ അങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലേ പോകാറ്. അപ്പോൾ ഭാഗ്യത്തിനോട് എത്തുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മാത്രമേ ഉള്ളൂ. അതിന് വളരെ സന്തോഷം. പുനത്തെ 2 മഴ കഴിഞ്ഞപ്പോഴാണ് ഈ ചക്ക കിട്ടിയിട്ടുള്ളത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഇന്നത്തെ ചക്കടോഗ് ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇരുത്തുന്ന കഴിക്കട്ടെ അല്ലേ. എല്ലാവർക്കും നന്ദി.